മലയാള സിനിമയിലെ വലിയ പ്രതിച്ഛായുള്ള പലരുടെയും പേരുകൾ പോലും അവർക്ക് പോലും വലിയ മങ്ങലേൽക്കും, പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത്ര അഭ്യൂഹങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ നടിയാക്രമണ കേസിന് പിന്നാലെയാണ് ഈ ഹേമ കമ്മീഷനെ ഇതായി അന്വേഷിക്കാൻ വേണ്ടി, സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷനെ നിയമിച്ചത്. മറ്റു പല നടന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട് എന്ന ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയം സിനിമാ മേഖലയ്ക്കുണ്ടോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് ഹേമ കമ്മീഷൻ അല്ല, ഹേമ കമ്മിറ്റിയാണ്. കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്മീഷന്റെ അത്രയും വിപുലമായ അധികാരങ്ങൾ കമ്മിറ്റിക്കില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ട്, ഭാഗ്യലക്ഷ്മി ചേച്ചി നമുക്കെല്ലാം ആരാധ്യയായ വ്യക്തിയാണ്, ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്, അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. എന്നാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒരാളുടെയും വ്യക്തിപരമായ ആരോപണം, വ്യക്തിപരമായ സ്വകാര്യത ലംഘിക്കപ്പെടരുത്. ഉദാഹരണം, അങ്ങക്കെതിരെയും എനിക്കെതിരെയും ഇതിൽ ആരോപണം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മറുപടി പറയാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരാളുടെയും സ്വകാര്യത ലംഘിക്കരുത്. അതിജീവിതയുടെ പേര് പറയരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ആരോപിതന്റെ പേരും ഒരു കാരണവശാലും പറയരുത്. അയാളെ ഒരു കോടതി കുറ്റവാളിയാണ് വിധിക്കുന്നത് വരെ, ഇപ്പൊ ഞാൻ എന്റെ പേര് വെച്ചൊരു ഉദാഹരണം പറയാം, ഞാനോ വേറെ ഏതെങ്കിലും നടനോ ആരുടെയും പേര് ഒരു കാരണവശാലും വെളിവിടരുത്. രണ്ട് കാര്യങ്ങൾ കൂടെ. ഒന്ന്, നമ്മൾ ഓർക്കേണ്ട കാര്യം, അടുത്തിടയ്ക്ക് പോലും ധാരാളം വ്യാജ കേസുകൾ വന്നിരുന്നു. വിജയബാബുവിന്റെ കേസ് നമുക്കറിയാം, ഒമർ ലുലുവിന്റെ കേസ് നമുക്കറിയാം. പലപ്പോഴും വേണ്ട രീതിയിൽ അവസരങ്ങൾ കിട്ടാത്ത ആൾക്കാർ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുമുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ കമ്മിറ്റി റിപ്പോർട്ട് പ്രധാനമാണ്, പക്ഷേ ആരുടെയും സ്വകാര്യത ലംഘിക്കരുത്, ഒരു പുരുഷന്റെയും സ്വകാര്യത ലംഘിക്കരുത്. എന്നാൽ അതോടൊപ്പം ഏതെങ്കിലും കൺക്ലൂഷൻസ് ഉണ്ടെങ്കിൽ ആ കൺക്ലൂഷന് മേലും നിയമ നടപടികൾ സ്വീകരിക്കാം. ആ കൺക്ലൂഷന്റെ ബേസിൽ പുതിയ ലോ നിർമ്മിക്കാം. പക്ഷേ ഒരു വ്യക്തിയുടെയും അയാൾക്ക് മറുപടി പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കപ്പെടുകയാണ്. ആ നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കപ്പെടുന്ന രീതിയിൽ പുരുഷന്റെ സ്വകാര്യതയെ ലംഘിക്കുകയാണെങ്കിൽ അത് സുപ്രീം കോടതി അടക്കം വിധികളുടെ ലംഘനമാണ്. ഒരു കാരണവശാലും പുരുഷന്മാരുടെ സ്വകാര്യത ലംഘിക്കുന്നതാവരുത്. ആർക്കെതിരെയുള്ള വ്യാജാരോപണങ്ങളോ ആരോപണങ്ങളോ ആവരുത്. അതും കൂടെ വ്യക്തമാക്കി വേണം സർക്കാർ നിലപാട് സ്വീകരിക്കാൻ. ഈ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഇതുവരെ സ്വാഗതാർഹമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്ന് തന്നെയാണ് നേരത്തെ ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചത്. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ നിങ്ങൾ ഭയക്കുന്നത്? ഈ സിനിമാ മേഖലയിലെ പ്രത്യേകിച്ചും പുരുഷ മേധാവിത്വമുള്ള ഈ സിനിമാ മേഖലയിലെ പല പ്രമുഖരും ആ കമ്മിറ്റി റിപ്പോർട്ടിനെ എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ആരുടെയും പേരില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. നേരത്തെ ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ച കാര്യം. ആരും റിപ്പോർട്ടിനെ ഭയക്കുന്നില്ല. ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി വലിയ പോരാട്ടം നയിക്കുന്നവരാണ്. അവരുടെ എല്ലാ പോരാട്ടത്തോടും ബഹുമാനമേ ഉള്ളൂ. എന്നാൽ അതോടൊപ്പം ഒരു പുരുഷനെ സൂചിപ്പിക്കുന്നതോ അവന്റെ ഐഡന്റിറ്റിയോ അവന്റെ കാര്യമോ റിവീൽഡ് ആയാൽ അവന് മറുപടി പറയാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ആ അവസ്ഥയാകരുത്. അതുകൊണ്ട് പുരുഷന്മാരുടെ സ്വകാര്യത ലംഘിക്കുന്നതാകരുത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പകരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സജഷൻസിന്റെ മേൽ സർക്കാർ നിയമനിർമ്മാണം ചിന്തിക്കുകയാണെങ്കിൽ അതിന് എല്ലാ ഭാഗത്തുനിന്നും സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇത് വ്യക്തമാണ് നിലപാട്. പുരുഷനെ ദ്രോഹിക്കുന്നതാകരുത്, പുരുഷന്റെ സ്വകാര്യത ലംഘിക്കുന്നതാകരുത്, ഒരാളുടെയും പേര് വിടരുത്. അതിജീവിത പോലെ തന്നെ കുറ്റാരോപണ വിധേയന്റെയും പേര് വിടരുത്. കോടതി അവരെ കുറ്റക്കാരെന്ന് പറയുന്നത് വരെ. അതിനുശേഷം കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവരുടെ പേര് വിടുന്നതിന് പ്രശ്നമില്ല. അതൊരു ഫെയർ പോയിന്റ് അല്ലേ? കാര്യം എനിക്കെതിരെ ഒരു ആരോപണം വന്നാൽ എനിക്കത് മറുപടി പറയാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. അപ്പം അത് കൃത്യമായി ഉണ്ടായിട്ട് മാത്രമേ സർക്കാർ എടുക്കാവൂ. പക്ഷെ സർക്കാർ ഇതുവരെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട് സ്വാഗതാർഹം തന്നെയാണ്. അല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കുറ്റാരോപിതർ, അതിൽ ലൈംഗിക ആരോപണം മറ്റുമൊക്കെ ആണെങ്കിൽ അതിനെ ഭയക്കണം, അല്ലെങ്കിൽ ആരോപണമാണെങ്കിൽ അത് അവരുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ അതിനപ്പുറം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് സ്ത്രീകളുടെ വേതനം സംബന്ധിച്ച്, പുരുഷാധിപത്യം സംബന്ധിച്ച്, ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല, താങ്കൾ ശ്രീ രാഹുൽ ഈശ്വറും ഞാനും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ പുരുഷാധിപത്യമുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടി തന്നെ വരും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല വിഷയങ്ങളും, ഈ സിനിമാ മേഖലയിലെ മറ്റു പല വിഷയങ്ങളും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പൃഥ്വിരാജ് അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് രാഹുൽ ഈശ്വറും നയൻതാരയും കൂടി ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് കരുതുക. നയൻതാരയുടെ നായകനായിട്ട് ഞാൻ അഭിനയിക്കുന്നു. എനിക്ക് നയൻതാരയ്ക്ക് കിട്ടുന്ന കാശ് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നയൻതാരയുടെ ബ്രാൻഡ് വാല്യൂ വേറെയല്ലേ, നയൻതാരയുടെ റീച്ച് വേറെയല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതില് ജെൻഡർ പാരിറ്റി വേണമെന്നും ജെൻഡർ ജസ്റ്റിസ് വേണമെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? നയൻതാരയെ ഞാനും കൂടി ഒരുമിച്ച് അഭിനയിച്ചാൽ നയൻതാരയ്ക്ക് കിട്ടുന്ന റേറ്റ് എനിക്ക് കിട്ടണമെന്ന് പറയുകയാണെങ്കിൽ അത് ക്രിക്കറ്റിൽ പോലും ഈ ഒരു വേതനത്തിന്റെ കാര്യത്തിൽ തുല്യത വന്നിട്ടുണ്ടല്ലോ. കാരണം വിരാട് കോഹ്ലിയുടെയും
മറ്റ് വനിതാ ക്രിക്കറ്റ് താരങ്ങളുടെയൊക്കെ ഈ ബ്രാൻഡ് വാല്യൂയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയും അവരുടെ പരസ്യ വരുമാനത്തിലൊക്കെ വ്യത്യാസം, പക്ഷേ അവിടെ വേതനത്തിൽ ഒരു തുല്യത വരുത്തിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സിനിമയിൽ ഇത്തരം ഒരു തുല്യത വരുത്താത്തത് എന്ന കാര്യം പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. പോസിബിൾ ആണ്. ഒരു കാര്യം ചോദിച്ചു, മഞ്ജു വാര്യരുടെ സിനിമയിൽ ഒരു നായകൻ വരുന്നു ഇരിക്കട്ടെ, മഞ്ജു വാര്യർ നമ്മുടെ അഭിമാനമാണ്, ലേഡി സൂപ്പർ സ്റ്റാറാണ്. മഞ്ജു വാര്യർക്ക് കൊടുക്കുന്ന കാശ് വേറൊരാൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത് എന്താ അർത്ഥം? റോഷൻ ആൻഡ്രൂസും മഞ്ജു വാര്യരും കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചു. റോഷൻ ആൻഡ്രൂസ് മഞ്ജു വാര്യർ വലിയ ഡയറക്ടറാണ്, പക്ഷേ മഞ്ജു വാര്യരുടെ പ്രതിഭ വേറൊരു ലെവലാണ്. റോഷൻ ആൻഡ്രൂസിനും മഞ്ജു വാര്യർക്കും ഒരേ റേറ്റ് ആ സിനിമയ്ക്ക് കൊടുക്കണമെന്ന് പറയുന്നത് ന്യായമുണ്ടോ? ഇത് രാഹുൽ ഈശ്വർ മാത്രമല്ല, പൃഥ്വിരാജ് ഇതൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ചില കാര്യങ്ങൾ ഫാഷനബിളായി മാത്രം പറയുന്നതാണ്, അതൊന്നും റിയലിസ്റ്റിക്കും പ്രാക്ടിക്കലും അല്ല. പക്ഷേ എക്സ്പ്ലോയിറ്റേഷനും ഇല്ലാതാകണമെന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അത് തന്നെയാണ് ശ്രീ രാഹുൽ ഈശ്വർ. കാരണം താങ്കൾ മാത്രമല്ല, സിനിമാ മേഖലയിൽ എല്ലാവരും വളരെയധികം വ്യക്തമാണ്. നിരീക്ഷകനായിട്ടുള്ള രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. കാരണം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് പലരുടെയും സ്വകാര്യതയെ ലംഘിക്കുന്ന വിഷയമാണ്. പക്ഷേ ഈ ലൈംഗികമായിട്ടുള്ള ചൂഷണവും മറ്റും ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. CN പ്രകാശ്